നിങ്ങളൊരു സ്കൈ വാച്ചറാണോ? എന്നാൽ നാളത്തെ ദിവസം നിങ്ങൾക്കുള്ളതാണ്. ഓഗസ്റ്റ് 12 തുടങ്ങുന്നത് തന്നെ പ്ലാനറ്ററി അലൈൻമെൻറ്റിലാണ്. മെർക്കുറി, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ ഇവയെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് നന്നായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യുറാനസിനെ ഒരു ബൈനോക്കുലർ യൂസ് ചെയ്തും നെപ്റ്റ്യൂണിനെ ഒരു ടെലസ്കോപ്പ് യൂസ് ചെയ്തും നന്നായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അന്നത്തെ ദിവസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അന്നൊരു ന്യൂ മൂൺ ഡേ ആണെന്നുള്ളത്. എന്ന് വെച്ചാൽ സ്കൈ മൊത്തത്തിൽ ഡാർക്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാണ് ഗുണങ്ങളുള്ളത്. ഒന്ന്, പെർസീവ്ഡ് മെറ്റിയോർ ഷവർ കാണാൻ പറ്റും. അതായത് പെർസിയസ് എന്ന് പറഞ്ഞ കോൺസ്റ്റലേഷൻ ഏകദേശം ഒരു നോർത്ത് ഈസ്റ്റ് റീജിയണിൽ നമുക്ക് പെർസീവ്ഡ് മെറ്റിയോർ ഷവർ നന്നായി തന്നെ കാണാൻ സാധിക്കും. ഏകദേശം ഒരു 2 മണി മുതൽ രാത്രി 2 മണി മുതൽ 4:30 വരെ ഒരു മണിക്കൂറിൽ 80 മുതൽ 100 വരെ മെറ്റിയോർസിനെയാണ് കാണാൻ സാധിക്കുക. രണ്ടാമത്തത്, അന്നത്തെ ദിവസം നമ്മൾ തൊട്ടടുത്തുള്ള മിൽക്കി വേ എന്ന് പറഞ്ഞ ഗാലക്സി വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് മിസ് ഔട്ടായി പോകുന്ന ഒരു കാര്യമുണ്ട്, അന്നത്തെ സൂര്യഗ്രഹണം. സൂര്യൻ നമ്മുടെ ചക്രവാളത്തിന് താഴെ ആയതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യഗ്രഹണം കാണാൻ സാധിക്കുകയില്ല. ഗ്രീൻലൻഡ്, അതുപോലെ തന്നെ റഷ്യ, സ്പെയിൻ, പോർച്ചുഗൽ, ഐസ്ലൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് ഈ സോളാർ എക്ലിപ്സ് നന്നായിട്ട് കാണാൻ സാധിക്കുന്നത്.